ഇവിടെ ഒരു ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു എന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷം ചെയ്യും. ബി ജെ പി അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് കളമൊരുക്കുകയും ചെയ്യും. ബി ജെ പി വീണ്ടും ഒരു ഇലക്ഷന് പോയാൽ പോലും തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് കിട്ടിയ 29 സീറ്റ് എൽ ഡി എഫിന് കിട്ടുമോ എന്നുള്ളത് സംശയമായി വരും. വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം കിട്ടി, സൂപ്പർ ഹീറോയായി. വി ഡി സതീശൻ കഴിഞ്ഞാൽ ഒന്നാം തരം രാഷ്ട്രീയ താരം ആരെന്ന് ചോദിച്ചാൽ വി രാജേഷായി മാറി. ഇതിന്റെ എല്ലാം വരുമാനം പോകുന്ന കോർപ്പറേഷൻ അല്ല പാർട്ടിക്കാണെന്നുള്ളതാണ് ഇന്ന് രാജേഷ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പാർട്ടിക്കാർക്ക് പണം ഉണ്ടാക്കുന്ന ഒരു കോർപ്പറേഷനായി ഇത് വളരെ നാളായിട്ട് നിലനിൽക്കുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു കാരണവശാലും പെട്ടെന്നൊന്നും ഇത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയില്ല. ബഹളം വയ്ക്കാമെന്നുള്ളത് മാത്രമേ. കേരളത്തിൽ ഭരണസ്തംഭനം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളും ഇടത് വലത് ട്രേഡ് യൂണിയനുകളുമാണ്. ആദ്യം ചെയ്യേണ്ടത് ഈ ട്രേഡ് യൂണിയനുകളെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളതാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഔചിത്യബോധമില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം കയ്യാങ്കളിയിൽ കലാശിച്ച സാഹചര്യത്തിലാണ് ഈ ചോദ്യം. എങ്ങോട്ടാണ് ഈ പോക്ക്? ഇവർ ലോകം നോക്കി നിൽക്കെ പരസ്പരം കയ്യാങ്കളിയിലേക്ക് കടക്കുന്നത് എന്തിൻ്റെ സൂചനയാണ്? ഒപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉടലെടുത്ത രാഷ്ട്രീയ സാഹചര്യം, അതായത് BJP ഭരണസമിതിയെ അട്ടിമറിക്കുവാനുള്ള സാധ്യത ഉടലെടുത്തതോടുകൂടി അവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കുമെന്നുള്ള വാർത്ത വന്നിരുന്നു. എന്നാൽ ഇടതുപക്ഷം അതിൽ നിന്നും പിന്തിരിഞ്ഞു. ഇതോടെ ഈ നീക്കത്തിൽ നിന്നും UDFും പിന്തിരിയുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു കാര്യം സംഭവിച്ചു? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. എങ്ങോട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. വളരെ മോശം കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ആയോ എന്ന് സംശയിക്കേണ്ട വിധത്തിലാണ്. പണ്ട് മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ ഈ മൂക്ക് പൊത്തേണ്ടതാണെന്നുള്ളൊരു ധാരണയിലാണ് പലരും മുനിസിപ്പാലിറ്റി ആണെന്ന് പറയാറ്. ഇപ്പം ആ വിധത്തിലാണ് കോർപ്പറേഷനിലെ രീതികൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ ജനാധിപത്യപരമായ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കണ്ട രീതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പല രാജ്യങ്ങളിലുമൊക്കെ തന്നെയുള്ള ഇത്തരത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെയൊക്കെ തന്നെ യോഗങ്ങൾ പരസ്പരം ചേരിതിരിഞ്ഞ് നടക്കുന്ന ഏറ്റുമുട്ടലിനെ തുടർന്ന് ആ രാജ്യം തന്നെ അപഹാസ്യരാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ടെലിവിഷൻ ക്യാമറകൾ മിഴി തുറന്നിരിക്കുമ്പോൾ ഒന്നും ഒളിച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളതാണല്ലോ. അതെ, ഇവിടെയും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും. ഇനി എനിക്ക് തോന്നുന്നത് ഈ അസംബ്ലിയിലെ കൂട്ട് ഈ പോലീസുകാരെ വെള്ളയും യൂണിഫോം ഇട്ട് വാച്ച് ആൻഡ് വാർഡായിട്ട് നിർത്തി യോഗം ചേരേണ്ട അവസ്ഥയിലേക്കാണ് തിരുവനന്തപുരത്തെ നഗരസഭ പോകുന്നതെന്ന് തോന്നുന്നു. വല്ലാത്ത കയ്യാങ്കളിയും ആവശ്യമില്ലാത്ത പ്രവൃത്തികളും പ്രവണതകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിന് പിന്നിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇവിടെ BJP 51 എന്നുള്ള ആ ഒരു മാജിക് ഫിഗറിൽ നിന്നും 50ലേക്ക് വന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഭരണസമിതിയെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ അവരെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്ത പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം തന്നെ മനസ്സിൽ ഉദിച്ചത്. എന്നാൽ ഈ LDF ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു തീരുമാനം അവർ എടുത്തിട്ടുണ്ടാവുക എന്നാണ് അങ്ങ് കരുതുന്നത്? അത് LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഇതിൽ വരുമെന്ന് അവർക്ക് ബോധ്യമായി എന്നുള്ളതാണ്. അതായത് തങ്ങളാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതെങ്കിൽ അതിൻ്റെ പിന്നാലെ കോൺഗ്രസ് ചേർന്നിരുന്നെങ്കിലും അവർക്ക് വലിയ വിഷമമില്ല. കോൺഗ്രസ് ഒന്നാമനായിട്ട് ആകെ 20 സീറ്റേ അവർക്കുള്ളൂ, ഇവർക്ക് 29 സീറ്റുണ്ട്. ആ 29 സീറ്റുള്ള പ്രതിപക്ഷം 20 സീറ്റുള്ളവരുടെ അവിശ്വാസ പ്രമേയത്തിൽ പോയി തൊടുന്നത് ഒരു കാര്യം. അതൊരു രണ്ടാം തരമാകുന്ന പരിപാടിയാണെന്നുള്ളത് ഒന്ന്. അപ്പം നഗരസഭയിലെ വലിയ ആള് ഞങ്ങളാണെന്ന് UDFനും ശബരിനാഥിനും ആവശ്യപ്പെടാൻ കഴിഞ്ഞേക്കാം. അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കാരണവശാൽ നഗരസഭ താഴെ പോവുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നത് UDFനായിരിക്കും, LDFനല്ലായിരിക്കും. ഈ കാര്യങ്ങൾ ഒക്കെ ഒന്നുണ്ടെങ്കിൽ തന്നെയും അതിനേക്കാൾ വലിയ കാര്യം ഇവിടെ ഒരു ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷം ചെയ്യും. BJP അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് കളമൊരുക്കുകയും ചെയ്യും. BJP വീണ്ടും ഒരു ഇലക്ഷന് പോയാൽ പോലും തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് കിട്ടിയ 29 സീറ്റ് LDFന് കിട്ടുമോ എന്നുള്ളത് സംശയമായി വരും. ഒരുപക്ഷെ പണ്ട് വാജ്പേയി 13 ദിവസം കഴിഞ്ഞിട്ട് 13 മാസം പിന്നെ അത് കഴിഞ്ഞ് വൻ ഭൂരിപക്ഷത്തിൽ വന്ന് അദ്ദേഹം ഭൂരിപക്ഷത്തോടു കൂടി വന്ന്
5 വർഷം തികച്ച പോലെ ഒരു അവസ്ഥയിലേക്ക് തിരുവനന്തപുരം നഗരസഭ മാറിക്കൂടായികയില്ല എന്നുള്ളതും ഒരു സത്യമാണ്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ പക്ഷേ ഇതിന് എനിക്ക് ശ്രീ കെ മുരളീധരനോട് സംസാരിക്കാൻ അവസരം കിട്ടി. അദ്ദേഹം പറഞ്ഞത് കൗൺസിലർമാരോട്, കോൺഗ്രസ് കൗൺസിലർമാരോട് കൗൺസിൽ യോഗം ചേരണം, അവിടെ തടസ്സപ്പെടുത്തരുത്, കാരണം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്, ഒട്ടേറെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്, അതുകൊണ്ട് കൗൺസിൽ യോഗത്തിൽ അലങ്കോലമുണ്ടാക്കരുത് എന്ന് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു നമുക്കറിയാം. അല്ല, കൗൺസിൽ യോഗത്തിൽ അലങ്കോലം ഉണ്ടാക്കരുതെന്ന് എനിക്ക് തോന്നുന്നു ശബരിനാഥിനൊക്കെ അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും കാണാൻ വഴിയില്ല. പക്ഷേ എന്നാലും ഇടത് മുന്നണി കൗൺസിലർമാരും BJP കൗൺസിലർമാരും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു വേദിയിൽ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അവിടെ ഒരു കൂട്ടക്കലാശ പോരിൻ്റെ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ നടന്ന നഗരസഭയിൽ പ്രധാനമായിട്ട് കണ്ടത് അറ്റൻഡൻസിനെ ചൊല്ലിയാണ്. അപ്പോൾ അറ്റൻഡൻസ് പോലും രേഖപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബഹളം വന്നു. അപ്പോൾ മേയർ രാജേഷ് തൻ്റെ അജണ്ടയും അവിടെ നഗരസഭയിൽ വെക്കേണ്ട കാര്യങ്ങളെല്ലാം മേശപ്പുറത്ത് വയ്ക്കുകയും ഉടൻ തന്നെ ഇത് പാസ്സായതായി പറഞ്ഞ് പിരിച്ചുവിടുകയും ചെയ്യാനുണ്ടായത്. അപ്പോൾ ഒരു അറ്റൻഡൻസ് ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ഭയം എന്ന് പറയുന്നത് അറ്റൻഡൻസ് കൊടുക്കാതെ ഇല്ലാതെ വന്നാൽ ഒരു പക്ഷേ സുഗതനത് വീണ്ടും ഒരു മുന്നേറ്റം കൂടെ കിട്ടുകയല്ലേ. എന്തായാലും ഇത്തരത്തിലുള്ള കയ്യാങ്കളിയും മോശപ്പെട്ട പ്രവണതയും ഒക്കെ തന്നെ നമുക്ക് കാണേണ്ടി വരുമ്പോൾ അതിന് പിന്നിലെ ആ രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി ഭരണസമിതിയെ പുറത്തിറക്കുക എന്നുള്ളത് സ്വാഭാവികമായും പ്രതിപക്ഷത്തിരിക്കുന്നവർ ചിന്തിക്കും. അത് അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലാണ് അവരുടെ ഒരു പാപ്പരത്വം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിൽ നിന്നും ഇടതുപക്ഷം പിൻവാങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ആ നീക്കത്തിൽ നിന്നും UDFും പിന്തിരിയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയ നീക്കം അതിന് മുതിരാത്തത് ഈ LDF? കേരളത്തിൽ ഈ ഒരു 3 മുന്നണി അധികം നാൾ പോവില്ല. അത് അത്ര ആശാസ്യമായിട്ട് പോകുമെന്ന് എനിക്കും തോന്നുന്നില്ല. അത്തരത്തിൽ വരാതിരിക്കാനായിട്ട് BJPയും ശ്രമിക്കുന്നുമുണ്ട്. ഒരു പക്ഷേ ഒന്നുകിൽ ഏതെങ്കിലും ഒരു മുന്നണി മെലിഞ്ഞു പോവാം. അത് മുമ്പ് കോൺഗ്രസ് അങ്ങനെ പോകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഉള്ളിടത്തോളം കാലം, ന്യൂനപക്ഷങ്ങൾ മൊത്തത്തിൽ അവരെ പിന്തുണയ്ക്കുന്നിടത്തോളം കാലം കോൺഗ്രസിന് അങ്ങനെ ഒരു അടി വരാൻ സാധ്യതയില്ല എന്നുള്ളത് BJP മനസ്സിലാക്കി കഴിഞ്ഞു. അതെ അതെ, സമീപഭാവിയിൽ എന്തായാലും കുറച്ച് നാളത്തേക്കെങ്കിലും അവർക്ക് അവരുടെ സ്റ്റാൻഡ് സ്ട്രോങ് ആയിട്ട് നിർത്താൻ കഴിയും. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് CPMന്റെ കൂടെ ചാടണം. അതെ, അത് ഇത്തവണ മൂന്നാമത്തെ ഭരണം പിണറായി വിജയന് കിട്ടിയിരുന്നെങ്കിൽ, 3-ാം ഊഴം കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. തമ്പിങ് മെജോറിറ്റിയോടുകൂടി UDF വന്നിരിക്കുന്നു. അപ്പം മുസ്ലിം ലീഗ് അവിടെ തന്നെ നിൽക്കുകയാണ്. കോൺഗ്രസ് കുറെ കൂടെ ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കി കഴിഞ്ഞു പണ്ടത്തെ അപേക്ഷിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ അതിനു മുമ്പ് തന്നെ BJPയുടെ ഒരു താല്പര്യം ഒരു ഹിന്ദു പാർട്ടിയായ CPMനെ ചെറുതാക്കിക്കൊണ്ട് തകർത്തുകൊണ്ട് ഇപ്പുറത്തേക്ക് കൂടുതൽ പേരെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലേ അവർക്കൊരു പ്രധാന പ്രതിപക്ഷമായി മാറാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ അതിൻ്റെ തുടക്കം ഇടാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടയാക്കുമോ എന്നുള്ളതായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭയം. ഏറ്റവും പ്രധാനപ്പെട്ട ഭയം അതാണ്. കാരണം ഇവർ തമ്മിൽ യോജിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു മുദ്രാവാക്യം തന്നെ ഉയരും, ഇന്ത്യ മുന്നണി ഇവിടെ ആരംഭിച്ചിരിക്കുന്നു, അപ്പോൾ യഥാർത്ഥ പ്രതിപക്ഷം ഞങ്ങളാണ് എന്ന് പറഞ്ഞ് പിന്നെ കേരളം മൊത്തത്തിലുള്ള പല പ്രക്ഷോഭ പരിപാടികൾ അടക്കമുള്ളത് BJPക്ക് CPMനേക്കാൾ അപ്പർ ഹാൻഡോടുകൂടി ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു പക്ഷേ CPMനെ അല്ലെങ്കിൽ ഇടതു മുന്നണിയെ പിന്നെയും പുറകോട്ട് തള്ളുകയും ഇവിടെ 2 മുന്നണികൾ പ്രബലമായിട്ട് വരികയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു വലിയൊരു പോയിന്റാണ്. കാരണം ഇവിടെ തിരുവനന്തപുരത്ത് അത്തരത്തിലൊരു മറിച്ചിടൽ നീക്കം നടന്നു കഴിഞ്ഞാൽ കേരളത്തിലുള്ള യഥാർത്ഥ പ്രതിപക്ഷം ഞങ്ങളാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഒരു പ്രചരണത്തിന് സാധ്യത തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. അവർക്ക് അത് സമർത്ഥിച്ചെടുക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് കുറെ കൂടി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിനുള്ള തുടക്കമിടാനായിട്ട് ഈ അവിശ്വാസ പ്രമേയം കാരണമാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിശ്വാസ പ്രമേയം വരുമ്പോൾ തീർച്ചയായിട്ടും BJP ഹൈക്കോടതിയെ സമീപിക്കും. ഇവിടെ ഒരു അവിശ്വാസ പ്രമേയം വരുന്നു, അപ്പോൾ ജയിലിൽ കിടക്കുന്ന സുഗതനെ ഇവിടെ വിടണം. 2 കാരണങ്ങൾ. ഒന്ന്, അയാൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം. രണ്ടാമത്, തിരുവനന്തപുരത്തെ ജനവിധി നടപ്പിലാക്കുന്നതിന് ഈ കൗൺസിലറെ അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയാത്തിടത്തോളം കാലം ജയിലിൽ വെച്ചേക്കാൻ പാടില്ല, വിട്ടുതരണം എന്ന് പറയും. അത് ഹൈക്കോടതിക്ക് തീരുമാനിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ കെജ്രിവാൾ ജയിലിൽ കിടന്ന് മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചു.
ഓക്കെ. അപ്പൊ സുഗതന് ജയിലിൽ കിടന്നുകൊണ്ട് ഒരു കൗൺസിലറായിട്ട് ഭരിക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതിക്ക് പറയാൻ പറ്റില്ല. സുപ്രീം കോടതിയും ഡൽഹി ഹൈക്കോടതിയും ഏതാണ്ട് അംഗീകരിച്ചതാണ് കെജ്രിവാൾ ജയിലിൽ കിടന്ന് ഭരിച്ചോട്ടെ എന്നുള്ളത്. അപ്പൊ മുഖ്യമന്ത്രിക്ക് ജയിലിൽ കിടന്ന് ഭരിക്കാമെങ്കിൽ ഒരു കൗൺസിലർക്ക് എന്തുകൊണ്ട് ജയിലിൽ കിടന്നുകൊണ്ട് തൻ്റെ അവശ്യ സർവീസ് സേവനങ്ങൾ നടത്തിക്കൂടാ എന്ന ഒരു ചോദ്യവും അവിടെ വരുന്നുണ്ട്. ഓക്കെ. ഇത് മാത്രമല്ല, ഇനി അങ്ങനെ വന്ന് സുഗതനെ ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ പേരിൽ ഇറക്കി വിട്ടാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സുഗതൻ അവിടുന്ന് പോലീസ് എസ്കോർട്ടോടുകൂടി വിയൂർ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പം ഒരുപക്ഷെ 500-1000 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു വലിയ ഘോഷയാത്രയായി കാവി പുതച്ച് നിരവധി വാഹനങ്ങളുമായിട്ട് ഹൈവേ കൂടെ BJP ഒരു തേരോട്ടം നടത്തും. ആ തേരോട്ടം എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ പ്രചരണത്തിനേക്കാൾ, അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഒരു യാത്രയേക്കാൾ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമായി ഇത് മാറും. അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ യഥാർത്ഥത്തിൽ? കാരണം മറുപക്ഷത്തിന് ശക്തമായ ആക്ഷേപം ഉന്നയിക്കാനുള്ള ഒരു അവസരം കിടപ്പുണ്ടിപ്പോൾ. ഇദ്ദേഹം സുഗതൻ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ആരോപണം നേരിടുന്ന ആളാണ്, അടിപിടി കേസുകളിൽ പ്രതിയാണ്, അത്തരത്തിലൊരാളാണ് ഇദ്ദേഹം. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾ എന്ത് പഴച്ചു? അതുകൊണ്ട് വാഴട്ടോണത്തെ ജനങ്ങൾ എന്ത് പഴച്ചു? അയാളെ ശിക്ഷിക്കാത്തടത്തോളം കാലം അയാളുടെ ആബ്സെൻസിൽ ഈ നഗരസഭ തകർന്നു വീഴാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഇച്ഛ തകരാനോ ഹൈക്കോടതി മുമ്പിൽ ആ പ്രശ്നം ഉന്നയിക്കുമ്പോൾ ഹൈക്കോടതി കൈ കെട്ടിയിരിക്കാൻ പറ്റില്ല. ഓക്കെ. അത് ഹൈക്കോടതിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനം ഒരു 90% പിന്നെ സുഗതന് അനുകൂലമായിട്ടേ വരുള്ളൂ. അതല്ലെങ്കിൽ അവർ സുപ്രീം കോടതിയിൽ പോയാലും ഇത് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഒരു മുഖ്യമന്ത്രിക്ക് ജയിലിൽ കിടന്ന് മുഖ്യമന്ത്രി എന്നുള്ള റോളിൽ പ്രവർത്തിക്കാമെങ്കിൽ കൗൺസിലർക്ക് എന്തുകൊണ്ട് പ്രവർത്തിച്ചൂടാ? പക്ഷെ അവസാനമായപ്പോൾ അദ്ദേഹത്തിന് അത് സാധിക്കാതെ. അത് വളരെ അവസാനമല്ലേ, വളരെ ലേറ്റായിട്ട്. പിന്നെ ഇങ്ങനെ സ്ഥിരം പറ്റില്ല. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഒരാൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഭരിക്കുക, പ്രോക്സിയെ വെച്ചിട്ട് ഭരിക്കുക, ഇതൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെയാണ് വന്നത്. അപ്പം അത് എല്ലാ പക്ഷേ വോട്ടെടുപ്പിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അത് പറ്റില്ല. കാരണം താഴെ വീഴാൻ പോകുന്ന അവിശ്വാസ പ്രമേയം വന്ന് ഞങ്ങൾക്ക് ഒരു സീറ്റിന്റെ പുറത്ത് നിൽക്കുന്ന ഒരു പിന്നെ നഗരസഭ ഈ കാരണം കൊണ്ട് അയാളെ കുറ്റക്കാരനാണെന്ന് വിധിക്കാത്തടത്തോളം കാലം ഒരു കരുതൽ തടങ്കൽ എന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് എന്തിനാണ് ഈ കരുതൽ തടങ്കൽ വെച്ചിരിക്കുന്നത്? ഇയാൾ ഇവിടെ ഇറങ്ങി വലിയ ആക്രമണം നടത്തുമെന്ന് ഇവിടുത്തെ ജില്ലാ ഭരണകൂടം പറഞ്ഞതനുസരിച്ചാണ്. മജിസ്ട്രേറ്റ് പറഞ്ഞതും ഒക്കെ ഗവൺമെന്റ് തീരുമാനിച്ചത് അടിസ്ഥാനത്തിലാണ്. ഇയാളെ പോലീസ് എസ്കോർട്ടിൽ കൊണ്ടുവന്ന് ഒരു ഒപ്പിടി ചുറ്റ് വിടുന്നതിന് എന്താ കുഴപ്പം എന്ന വാദം വരാം. അത് എന്തിനു വേണ്ടിയാണ്? തിരുവനന്തപുരത്തെ 25 ലക്ഷം ജനങ്ങളുടെ ജനഹിതം സംരക്ഷിക്കാനാണെന്ന് കൂടെ പറയുമ്പോൾ ഹൈക്കോടതിക്ക് അവിടെ ഒരു ചോദ്യചിഹ്നം നിൽക്കും. വേറൊരു കാര്യം കൂടിയില്ലേ, അതായത് ഈ 51 നിന്നും 50 കുറഞ്ഞു NDA അംഗസംഖ്യ. അപ്പോഴും ഭൂരിപക്ഷം കിട്ടി ജയിക്കണമെന്നില്ല. അതെ, മറുവശത്ത് 49 ഒരു സ്വതന്ത്രൻ. നേരത്തെ ശ്രീ രാധാകൃഷ്ണനെ കൂടാതെ മറ്റൊരു സ്വതന്ത്രനാണുള്ളത്. ആ സ്വതന്ത്രൻ LDFന്റെയും UDFന്റെയും ഒപ്പം പോയാൽ പോലും 50-50 ആവുന്നുള്ളൂ. 50-50 ആവുന്നുള്ളൂ. ആ സ്വതന്ത്രനും ഇപ്പൊ ഒപ്പിടാൻ താല്പര്യമില്ലെന്നാ പറയുന്നത്. അത് ശരി. ഇപ്പൊ ആ സ്വതന്ത്രനും പറയുന്നത് അത് എനിക്ക് ആലോചിച്ച് തീരുമാനിക്കാൻ പറ്റുള്ളതാണ്. അപ്പൊ അതിന്റെ പിന്നിലും വേറെ കാര്യങ്ങളുണ്ട്. ഓക്കെ. ഇനി ഇതിൽ കൂടുതൽ കൗൺസിലർമാർ ഇപ്പുറത്തേക്ക് വന്നുകൂടായികയില്ല എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇത് രാജ്യം ഇന്ത്യയാണ്, കേരളമാണ്. ഓക്കെ. കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കാൻ സാധ്യത വളരെ കുറവാണ്, പക്ഷേ എങ്കിലും നടന്നു വീഴായികയില്ല. അതായത് അങ്ങ് പറയുന്നത് നമ്മൾ മറ്റു പല സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ പ്രതിപക്ഷത്തുള്ള പല പാർട്ടികളും ഇപ്പോൾ പിളർന്ന് അവരിലെ അംഗങ്ങളൊക്കെ തന്നെ NDAയുടെ ഭാഗമായി മാറുവാൻ അപേക്ഷയുമായി നിൽക്കുന്നത്. ഇവിടെ ഒരു ന്യായം കിടപ്പുണ്ട്. ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഇടതുമുന്നണിയായി നിൽക്കാനാണ്, ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് വലതുമുന്നണിയായി നിൽക്കാനാണ്. ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിൽ നടത്തുന്ന അവിഹിത കൂട്ടുകെട്ടിനെ അതിൽ മനം നൊന്ത് ഞാനിതാ രാജിവെക്കുന്നു എന്ന് പറഞ്ഞാലും മതി. ഓക്കെ. വേറൊന്നും വേണ്ട. ഓക്കെ, ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞാലും സംഗതി മാറും. അത്ര അങ്ങനെ സാധ്യത കാണുന്നുണ്ടോ? അത്തരത്തിൽ ചിന്തിക്കുന്ന അംഗങ്ങൾ കാണുമോ? സാധ്യതകൾ അനന്തമാണ്. അത് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഇതിനൊന്നും ഒരു മടിയും ആർക്കുമില്ല. സാധ്യതകളുടെ അനന്തമായ സാധ്യതകളുടെ കലയാണ്. കാരണങ്ങൾ നമ്മുടെ വലിയ മഹാന്മാരായ MP-മാര് മന്ത്രിമാര് ഒക്കെ ചെയ്യുന്നു. അപ്പൊ പിന്നെ സാധാ കൗൺസിലർ അവിടെ കിടന്ന് അടി കൂടുന്ന കൗൺസിലർമാർ ഇന്ന് കണ്ടില്ലേ? വെറും തറ അടി നടത്തുന്ന കൗൺസിലർമാർ ചിന്തിച്ചാൽ എന്താ കുഴപ്പം? ഇനിയിപ്പോ ഇവിടെയും വരുമോ സാർ? ജീവിതം ശോഭനമാകുമെങ്കിൽ അപ്പൊ ഇവിടെയും റിസോർട്ട് രാഷ്ട്രീയം സാധ്യതയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ റിസോർട്ട് രാഷ്ട്രീയമൊക്കെ പോകും. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഓക്കെ, വളരെ വിചിത്രമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം കിട്ടി, സൂപ്പർ ഹീറോയായി. VD സതീശൻ കഴിഞ്ഞാൽ ഒന്നാം തരം രാഷ്ട്രീയ താരം ആരും ചോദിച്ചാൽ
വി രാജേഷായി മാറി. എന്ന് മാത്രമല്ല, അവിടെ അസംബ്ലിയിൽ ഈ വി ഡി സതീശൻ പിന്നെ പിണറായി വിജയനെയും സിൽബന്തികളെയും എങ്ങനെ അടിക്കുന്നോ അല്ലെങ്കിൽ തറ പറ്റിക്കുന്നോ അതുപോലെ വാചകം അടിച്ച് തറ പറ്റിക്കാൻ ഇപ്പൊ വി രാജേഷിനും പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഭരണത്തിൽ എന്ത് ചെയ്തു? ഇന്ന് സ്ത്രീ സുരക്ഷാ പ്രശ്നമൊക്കെ അസംബ്ലിയിൽ വന്നപ്പോൾ കണ്ടില്ലേ? വി ഡി സതീശൻ ചോദിച്ചു, നിങ്ങൾ 120 ദിവസം ഭരിച്ചിട്ട് നിങ്ങൾക്ക് സ്ത്രീ സുരക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റി? നിങ്ങൾ പെൻഷൻ നടപ്പിലാക്കിയത് 120ാമത്തെ ദിവസത്തിന്റെ 120ാം മാസത്തിന്റെ അവസാനമല്ലേ? നിങ്ങൾക്ക് 120 ദിവസം വേണ്ടി വന്നോ? DA കൊടുക്കാൻ 120 ദിവസം വേണ്ടി വന്നോ? ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കാൻ നിങ്ങൾക്ക് 120 ദിവസം വേണ്ടി വന്നോ? അവർ 1 വർഷം സമരം കടന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ന് അദ്ദേഹം പ്രതിപക്ഷത്തിനെ റൊട്ടിയായി കളഞ്ഞു. അപ്പൊ അതുപോലെ വി രാജേഷ് ഇവിടെ ഇന്ന് പിന്നെ മീറ്റിംഗ് കൂടിയിട്ടേ പിന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞത് എന്താ? ഇവിടെ അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു. 40 വർഷമായിട്ട് അതിൽ പറഞ്ഞ പോയിന്റ്സ് വളരെ 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 സ്ട്രൈക്കിംഗ് ആണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അത് വീക്ഷിച്ചിട്ടുണ്ട്. കാരണം ഈ ചില കാര്യങ്ങളിലൊക്കെ തന്നെ ലേലത്തുകയിൽ 120% വർധനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാം. അതായത് നേരത്തെ ഒത്തുകളിയായിരുന്നു. അത് മാത്രമല്ല, രാജേഷ് പറഞ്ഞ ഒരു വലിയ സംഗതിയുണ്ട്. 40 വർഷമായിട്ട് ഈ ഭരണം ഇവരുടെ കയ്യിൽ ഇരുന്നോണ്ടേ സർക്കാരിന്റെ, അതായത് കോർപ്പറേഷന്റെ സകല സ്ഥാപനങ്ങളും ഇവർ പിന്നെ പല ഗുണ്ടകൾക്കും ഇവരുടെ സിൽബന്തികൾക്കും പാർട്ടിക്കും ഒക്കെ ആയിട്ട് വാണിജ്യവൽക്കരിച്ചു. ഇതിന്റെ എല്ലാം വരുമാനം പോകുന്ന കോർപ്പറേഷൻ അല്ല പാർട്ടിക്കാണെന്നുള്ളതാണ് ഇന്ന് രാജേഷ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പാർട്ടിക്കാർക്ക് പണം ഉണ്ടാക്കുന്ന ഒരു കോർപ്പറേഷനായി ഇത് വളരെ നാളായിട്ട് നിലനിൽക്കുകയായിരുന്നു. അത് പൊളിച്ചതിലുള്ള ദേഷ്യമാണ് എന്നോട്. അദ്ദേഹം മാർക്കറ്റിലെ കാര്യം പറഞ്ഞിട്ടില്ലേ? മാർക്കറ്റിൽ അനധികൃതമായിട്ട് ഇവർ തന്നെ കെട്ടിപ്പൊക്കുക ഓരോ സ്റ്റാളുകൾ, എന്നിട്ട് അത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക. അതിന്റെ പണം റെന്റ് കോർപ്പറേഷൻ അല്ല പോവുക, ഇവരായിരിക്കും അധികവും പിടിക്കുന്നത്. ചെറിയൊരു തുക കോർപ്പറേഷനിൽ പേരിന് അടയ്ക്കുന്നു. അപ്പൊ നോക്കിയപ്പോ കോർപ്പറേഷൻ കെട്ടിയ സ്റ്റാളുകളല്ല, പാർട്ടി കെട്ടിയ സ്റ്റാളുകൾ അവിടെ പലതും ഉണ്ട്, ഗുണ്ടകൾ കെട്ടിയ സ്റ്റാളുകളുണ്ട്. അതിലൊക്കെ ആളിരിക്കുക. രാജേഷ് എന്ന് പറഞ്ഞത് ഒരു മത്സ്യത്തൊഴിലാളി, ഒരു സ്ത്രീ ക്യാൻസർ രോഗിയാണ്. അവർ 500 രൂപ ഈ ഗുണ്ടാപ്പിരിവ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വലിയ മീനിനെ എടുത്തോണ്ട് പോകുമായിരുന്നു. ഇതൊക്കെ പാർട്ടി ഏർപ്പാടിൽ ചെയ്തിരിക്കുന്നവരാണ് എന്നുള്ളതാണ് രാജേഷ് എന്ന് പറഞ്ഞത്. ഇതിനു പുറമെ ഇപ്പം വിഴിഞ്ഞത്ത് നടത്തിയ ആ കെട്ടിട നിർമ്മാണം, പാവങ്ങൾക്കായി പണിത് കൊടുത്ത കെട്ടിടത്തിന്റെ വലിയ പിന്നെ കട്ടയൊക്കെ താഴെ വീഴുന്നത്, കോൺക്രീറ്റ് അടക്കം താഴെ വീഴുന്നത് എടുത്തുകൊണ്ടുവന്ന് പത്രക്കാരെ കാണിക്കുകയാണ്. അതുപോലെ കോർപ്പറേഷന്റെ പാർക്കിംഗ് എവിടെയൊക്കെ തുണ്ട് ഭൂമിയുണ്ട് അത് മുഴുവൻ പാർക്കിംഗ് ഏരിയ ഓരോരുത്തർക്ക് അനധികൃതമായിട്ട് കൊടുത്തിരിക്കുന്നു രാജേഷ് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ കോടികളുടെ അഴിമതി ഇവിടെ നടത്തി, മാലിന്യം എന്ന് പറഞ്ഞുകൊണ്ട് അഴിമതി നടത്തി, എന്നിട്ട് മാലിന്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതും ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ പോലെ ഇത്രയും 40 വർഷം ഭരിച്ചിട്ട് ഇവിടെ മാലിന്യം മാറ്റാൻ പറ്റിയില്ല. അതിനൊരു ശ്രമം നടത്തിയത് ആരാണ്? ശിവൻകുട്ടിയാണ്. അത് അവർ തന്നെ അടച്ചു പൂട്ടിച്ചു. നമ്മുടെ വിളപ്പിൽശാല മാലിന്യ നിർമ്മാണ കേന്ദ്രം അതിനെ പരിഷ്കരിച്ച് നല്ല രീതിയിലാക്കുന്നതിന് സുപ്രീം കോടതി പല പ്രാവശ്യം പറഞ്ഞതാണ്, നിങ്ങൾ ഒരു കാരണവശാലും അത് പൂട്ടരുത്. അതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ, അതിൽ ലീച്ച് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാലിന്യം ഒഴുകുന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള പരിപാടി ചെയ്തിട്ട് ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് അതിൽ നിന്ന് അല്പം കൂടെ മാറിയായിട്ടായാലും താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവിടുത്തെ ആ മാലിന്യ പ്ലാന്റ് പൊളിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയാം. അപ്പൊ അത് അന്ന് പിന്നെ പാർട്ടിയും പിന്നെ നേതാക്കളും എല്ലാം കൂടെ ചേർന്ന് അവർ തന്നെ സൃഷ്ടിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് പൊളിച്ചു. ഇന്ന് കേരളത്തിൽ ഒരു മൂലയ്ക്ക് മാലിന്യ പ്ലാന്റ് വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. അന്ന് സുപ്രീം കോടതി പറഞ്ഞാണ് ഇത് പൊളിക്കരുത്, ഇത് നിർത്തിവെക്കരുത്. അവിടെ ജനങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി മാറി താമസിക്കാനോ മറ്റെന്തെങ്കിലും സൗകര്യം, അല്ലെങ്കിൽ അവിടെ മാലിന്യ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും ഈ പ്ലാന്റ് പൊളിക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ മാലിന്യത്തിന്റെ കാര്യത്തിൽ ഈ 10-40 വർഷം ഇവരെന്ത് ചെയ്തു എന്ന് രാജേഷ് ചോദിക്കുകയാണ്. പേപ്പട്ടി ഇറങ്ങിയാൽ എന്ത് ചെയ്തു എന്ന് ചോദിക്കുക. ഞാൻ വന്നിട്ട് തെരുവുനായ പ്രശ്നത്തിൽ ഞാൻ വന്നിട്ട് ഏതാനും മാസങ്ങളെ ആയുള്ളൂ. അതിനിടയ്ക്ക് എനിക്കത് ചെയ്യാൻ സാധിച്ചു, തെരുവുനായെ പിടികൂടാൻ സാധിച്ചു, ഷെൽട്ടറുകൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഇങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മേയർ കെയർ എന്ന് പറഞ്ഞൊരു പദ്ധതി വലിയ വിജയമായിരിക്കുകയാണ്. സർക്കാരിൻ്റെ പൈസയല്ല, കോർപ്പറേഷൻ്റെ പൈസയല്ല, CSR ഫണ്ട് ഉപയോഗിച്ച് മറ്റു പലരുടെയും കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് മേയർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മേയർക്ക് ഷൈൻ ചെയ്യാനായിട്ട് ഒരവസരം ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് CPM ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ മേയർ വി രാജേഷ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സഭയിൽ നടക്കുന്ന ചില സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അംഗങ്ങൾ തന്നെ ഈ സ്കോറിങ്ങിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ? ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത്
ഇവർക്ക് വേണ്ട ശിക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയില്ല. എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ നിങ്ങൾ ഇതിനെ കാര്യങ്ങൾ. ഞാൻ കിലയുടെ ഒരു ഫാക്കൽറ്റി ആയിരുന്നു കഴിഞ്ഞ തവണ. ഓക്കെ. ഞാൻ നമ്മളിപ്പോൾ ആര്യ രാജേന്ദ്രൻ എനിക്കെതിരെ നിന്ന ആളാണ്. ഒരു മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ വരാൻ പോലും തയ്യാറായില്ല. അവരുടെ റൂമിൽ ചെന്ന് ഈ ഹാള് ചെറുതാണ്, വേറൊരു ഹാള് തരണപ്പം പിന്നെ അതിന് പോലും അവർ മൈൻഡ് ചെയ്തില്ല. ഒരു മിനിറ്റ് അവിടെ ഇരിക്കാൻ പോലും സമ്മതിച്ചില്ല. ഒന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ല. 10-40 കസേര അവിടെ കിടപ്പുണ്ട്. ഇപ്പൊ രാജേഷിന്റെ അവിടെ കിടക്കുന്ന പോലെ കുറെ കസേര കിടപ്പുണ്ട്, അതിൽ ഒരെണ്ണത്തിൽ ഒന്ന് ഇരിക്കുക എന്ന് പോലും പറഞ്ഞില്ല. എന്നേക്കാൾ സീനിയറായ ഒരു ഫാക്കൽറ്റി മെമ്പറും കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനോട് പോലും ഇന്ന് ഇരിക്കാൻ പറഞ്ഞില്ല. ഒരു മാന്യത കാണിക്കാതെ. ഇത് ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഞങ്ങൾ ഇവിടെ കോർപ്പറേഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വല്ലാത്ത ഒരു ജനപ്രതിനിധിയാണ്, ഞങ്ങൾ MLA MP വലുതാണെന്ന് ഇവർ തെറ്റിദ്ധരിക്കുകയാണ്. ഈ ഒരു പ്രശ്നം എല്ലാ കൗൺസിലർമാർക്കും ഉണ്ട്. അത് മാറ്റാനായിട്ട് ഇവർക്ക് കില നൽകുന്ന ആ ട്രെയിനിങ് ഭംഗിയായിട്ട് കൊടുക്കേണ്ടതാണ്. കില കംപ്ലീറ്റ്, അതായത് 5 വർഷം കൊണ്ട് ഇവർ എന്തൊക്കെ പഠിക്കാനുണ്ടോ അത് ഒരൊറ്റ ആഴ്ച കൊണ്ട് അവരെ പഠിപ്പിക്കുകയാണ്. 5 വർഷം കൊണ്ട് പ്രാക്ടിക്കലായിട്ട് തെറ്റുവരുത്തി തിരുത്തുന്ന കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷെ ഇവരിയ്ക്കില്ല. ഒരു 10-15 കൗൺസിലർമാർ വരും, ബാക്കി ആരും വരില്ല. എല്ലാവരും വന്ന് ആ ബുക്ക് വാങ്ങിച്ചോണ്ട്, ഒരു 8 ബുക്കുണ്ടേ, ആ ബുക്ക്, പിന്നെ ഇടയ്ക്ക് ചായ, ഉച്ചയ്ക്ക് ഊണൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ കൂപ്പണൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നല്ലാതെ ഇതിൽ ഒരു സഞ്ചിയുണ്ട്, കുടയുണ്ട്, അതൊക്കെ വാങ്ങിച്ചോണ്ട് പോകും. അല്ലാതെ പഠിക്കാൻ വരില്ല. അത് ശരി. ഇത് വലിയ അപാകതയാണ്. കാരണം ഇവരുടെ പ്രവർത്തനം ജനങ്ങൾക്ക് ഗുണകരമാകണം. ഇവരുടെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവർ ശരിയായി പ്രവർത്തിക്കണം. പ്രവർത്തിക്കണം എന്താണെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതെ. അത് എങ്ങനെ പ്രവർത്തനം, കേന്ദ്ര ഫണ്ട് എങ്ങനെ കിട്ടും, എന്തൊക്കെയാണ് കേന്ദ്ര ഫണ്ടുകൾ, അതെങ്ങനെ കിട്ടും, അതെങ്ങനെ നമ്മുടെ അവിടെ വരും, ആ ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കണം, അതെങ്ങനെ നിങ്ങൾ സെറ്റിൽ ചെയ്യണം, അക്കൗണ്ട് സെറ്റിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, പിന്നെ ഇതിന്റെ വൗച്ചറും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇതൊന്നും അറിഞ്ഞൂടല്ലോ പലർക്കും. അതൊക്കെ പറയാൻ അവസരം പോലും തരില്ല. ഇതാണ് ഇവരുടെ പ്രത്യേകത. തീർച്ചയായിട്ടും അത് നമ്മൾ കണ്ടതാണ്, നമ്മുടെ നിയമസഭയിൽ പോലും കണ്ടതാണ്. ഈ എത്രത്തോളം മോശമാകാം ഒരു അംഗം, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ എത്രത്തോളം അപഹാസ്യരാകാം. ലോകം മുഴുവൻ ഓടിയ വീഡിയോ ആണ് ശിവൻകുട്ടി ആകാശത്തിലൂടെ ഇങ്ങനെ പറക്കുന്ന വീഡിയോ. അത് ലോകം മുഴുവൻ കണ്ടു. അത് വളരെ മോശമായി പോയി. അത് കണ്ടാണല്ലോ നമ്മുടെ കോർപ്പറേഷൻ അംഗങ്ങളാണെങ്കിൽ തന്നെയും മുനിസിപ്പാലിറ്റി അംഗങ്ങളാണെങ്കിലും മുന്നോട്ട് പോകുന്നു. നമ്മൾ കോർപ്പറേഷൻ നിസ്സാരം വിചാരിക്കും. ഇപ്പോൾ ഈ ഫണ്ടിന്റെ ഏതാണ്ട് മേജർ ഷെയർ MLAക്കും MP-ക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഷെയർ ഈ നഗരസഭയ്ക്കും ഗ്രാമസഭയ്ക്കുമാണ് വരുന്നത്. തദ്ദേശീയമായ വികസനം, തദ്ദേശീയ ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി, തദ്ദേശീയ മാൻ പവറും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കണം എന്നുള്ളൊരു തത്വത്തിന്റെ പുറത്തിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ത്രിതല സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അത് പലപ്പോഴും ഫലപ്രദമായി പോകാറില്ല നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ്. കാരണം ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലെന്നേ. ഇപ്പൊ ഈ കടന്ന് അടിക്കുന്നത് മുഴുവൻ ഞങ്ങൾ ഭരണപക്ഷവും അവർ പ്രതിപക്ഷവും എന്ന് പറഞ്ഞാണ്. എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നഗരസഭയിലോ ഗ്രാമസഭയിലോ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ല, അങ്ങനെ ഒരു സ്ഥാനം പോലും ഇല്ല. പിന്നെ ഇവർ സ്വയം ഏറ്റെടുക്കുകയാണ്, ഞാൻ പ്രതിപക്ഷ നേതാവ്, ഞാൻ രാജേഷിനെതിരെ നിൽക്കണം എന്നൊക്കെ അവർ സ്വയം അങ്ങ് ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല ഈ പിന്നെ നഗരസഭയിലോ ഗ്രാമസഭയിലോ ഒരിടത്തുമില്ല, ത്രിതല സംവിധാനത്തിൽ ഇല്ല. ഇവര് അസംബ്ലിയെ കോപ്പി അടിച്ചുകൊണ്ട്, പാർലമെന്റിനെ കോപ്പി അടിച്ചുകൊണ്ട് അതേ സിസ്റ്റം ഇവിടെ നടപ്പിലാക്കുകയാണ്. പണ്ട് പഞ്ചവടി പാലം സിനിമയിൽ നമ്മുടെ നെടുമുടി വേണുവും പിന്നെ ഗോപിയൊക്കെ കൂടെ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളുടെ ആ സീനുണ്ടല്ലോ, ആ സീനുകൾ അവരിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇവരെല്ലാം സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ ഭരണപക്ഷം. അങ്ങനെയല്ല, കോർപ്പറേഷനിലെ മുഴുവൻ പേരും ചേർന്ന് തിരുവനന്തപുരത്തിന്റെ വികസനം നടപ്പിലാക്കുക. അതാണ്. താഴത്തങ്ങാടി പഞ്ചായത്താണെങ്കിൽ താഴത്തങ്ങാടി പഞ്ചായത്തിന്റെ വികസനം അവരെല്ലാവരും ഒന്നിച്ചേർന്ന് നടപ്പിലാക്കുക. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവരിൽ യാതൊരു രാഷ്ട്രീയവും പാടില്ലെന്നാണ്. അത് പറഞ്ഞു കൊടുക്കാൻ പോലും ആരുമില്ല, പറഞ്ഞു കൊടുത്താൽ തലേ കയറുകയില്ല. നമ്മുടെ മുതിർന്ന രാഷ്ട്രീയക്കാരാണ് ഇവരെല്ലാം ഇന്നത് പറയണമെന്നും പറഞ്ഞുകൊണ്ട് കയറ്റിവിടുന്നത്. ഇപ്പം പിന്നെ മുരളീധരന്റെ കാര്യം പറഞ്ഞ പോലെ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അവരുടെ മുതിർന്ന നേതാക്കൾ, കടകംപള്ളിയൊക്കെയാണ് വെളിയിൽ നിന്ന് പല കാര്യങ്ങളും നയിക്കുന്നത്, അവരൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർ നേരാവണ്ണം പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. അതാണ് ഏറ്റവും വലിയ ദോഷമായിട്ട് വരുന്നത്. ഇത്തരത്തിലൊരു സാഹചര്യം ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് അങ്ങ് കരുതുന്നത്? ഒരു അനുമാനം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു കാരണവശാലും പെട്ടെന്നൊന്നും ഇത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയില്ല. ബഹളം വെക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സുഗതന്റെ കാര്യത്തിൽ ഇത് സുപ്രീം കോടതി വരെ ചിലപ്പോൾ പോയാലും സുഗതൻ കാപ്പ കേസിൽ പ്രതി എന്നുള്ളത് ചിലപ്പോൾ മാറി വരാനേ സാധ്യതയുള്ളൂ. നേരെ BJP അല്ലെങ്കിൽ സുഗതന്റെ കൗൺസിൽ ഇത് വാദിക്കുകയാണെങ്കിൽ.
ഓക്കെ. കാരണം സുഗതൻ ക്രിമിനൽ എന്ന് പറഞ്ഞാലേ അയാൾ ഒരാളെ കുത്തിക്കൊന്ന് വയറ് കീറിയിട്ടതായിട്ട് ഒരു തെളിവ് കൊടുക്കാനില്ല. അയാൾ ഒരു നഖത്തിന്റെ അറ്റം മുറിച്ചതായിട്ട് കൊടുക്കാൻ ഒരു തെളിവില്ല. പിന്നെ കുനിച്ചു നിർത്തി കല്ല് വെച്ച് ഇടിക്കാൻ പോയത് കൊലപാതക ശ്രമമാണ്, വധശ്രമമാണ് എന്നൊരു കേസ്. കോളറെ പിടിച്ച് കൊങ്ങയ്ക്ക് പിടിച്ചത് കൊലപാതകമാണെന്ന് പറഞ്ഞ് വേറൊരു കേസ്. ഇങ്ങനത്തെ കേസുകൾ ആർക്ക് വേണോ? ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞില്ലേ, എനിക്ക് ലിയോയ്ക്കെതിരെയോ 3 പ്രാവശ്യം കൊങ്ങയ്ക്ക് പിടിച്ചാൽ 7 വർഷത്തിനിടെ വധശ്രമത്തിനുള്ള കാപ്പ കേസിൽ പ്രതിയാക്കാം. അത്തരത്തിലൊരു കേസ് വെച്ചിട്ട് ഒരു നഗരസഭയുടെ ഭരണം അട്ടിമറിക്കാമെന്നാണ് CPM വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ BJPക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനം അവർ ഉപയോഗിക്കും. കൗൺസിലർമാർ, നല്ല വക്കീലന്മാരെ വെച്ചിട്ട് അവർക്കത് വാദിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ. പക്ഷെ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്ത് കണ്ടില്ല. പക്ഷെ ഇനി അത് വരുമായിരിക്കാം. ഓക്കെ, ശരിയാണ്. ഇതുവരെ അങ്ങനെയൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞത് വളരെ, കാരണം ശ്രീ കരമന ഇതിനു മുമ്പേ ചെയ്യാം. അതെ, ശ്രീ കരമന ജനമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ എല്ലാം പ്രിപ്പയർഡാണ്, അത് ഒരു കാരണവശാലും ഭരണം നഷ്ടമാകില്ല, ശക്തമായി തന്നെ മുന്നോട്ട് പോകും, ഇവരുടെ ഗൂഢ ലക്ഷ്യങ്ങളൊക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ഇത് വൈകിപ്പോയില്ലേ നിങ്ങൾ കുറെ ഈ രാജേഷിനെ കബഡി കളിച്ച് കാലുവാരി അടിച്ച് അദ്ദേഹം കസേര കയറിയിരിക്കുന്ന ആ ഒരൊറ്റ പിക്ചർ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കൊണ്ട് കാണിച്ചാൽ മതി. ഇതാണ് ഞങ്ങൾ ഫിസിക്കലായിട്ട് ഞങ്ങളെ തടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഒരു കൗൺസിലറെ കൂടെ അകാരണമായിട്ട് ഇവിടെ കാപ്പ ചുമത്തി അകത്ത് വെച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ച് അത് വാദിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ മതി. അത് മാത്രം ചെയ്താൽ മതി. ശരിയാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ഒരു ചോദ്യം, അതായത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അങ്ങ് കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞ അതിനുള്ള സാധ്യത ഏറെയുണ്ട് എന്ന്. ഇപ്പോൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു സർക്കാർ മാറിക്കഴിഞ്ഞാൽ കീ പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ മാറ്റും. കാരണം അവരുടെ പോളിസി ഡിസിഷൻസ് അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസ് ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ മനസ്സുള്ള ഉദ്യോഗസ്ഥരെയും കഴിവുള്ള ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെയാണ് ഓരോ സർക്കാരും നിയമിക്കുന്നത്, ഓരോ വകുപ്പുകളിലും. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല കീ പോസ്റ്റുകളിലും ഇടതുപക്ഷം നിയമിച്ച ആളുകൾ ഇരിക്കുന്നു. അവർ ആ പൊളിറ്റിക്കൽ ഡിസിഷൻസ് പലപ്പോഴും കൈക്കൊള്ളുന്നു. ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഉദ്യോഗസ്ഥർ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത തരത്തിൽ ഇടപെടുന്ന ഒരു രീതി നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ സർവീസ് സംഘടന പ്രവർത്തനം നടത്തുന്നവരും അവരുടെ നേതാക്കളും ഒക്കെ തന്നെ എത്രത്തോളം മുട്ടാളന്മാരാണ്. അവർ വളരെ പല കാര്യങ്ങളിലും നീതി നിഷേധിക്കുന്ന തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള പരാതി ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ആരോപണം വളരെ ശക്തവുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ അവർക്ക് രാഷ്ട്രീയ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയവർ നിൽക്കുമ്പോൾ എങ്ങനെ ഈ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൂടി ഒരു ചോദ്യമല്ലേ? കേരളത്തിൽ ഭരണസ്തംഭനം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളും ഇടത് വലത് ട്രേഡ് യൂണിയനുകളുമാണ്. ആദ്യം ചെയ്യേണ്ടത് ഈ ട്രേഡ് യൂണിയനുകളെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളതാണ്. അവരുടെ കാര്യങ്ങൾ, സർവീസ് കാര്യങ്ങൾ ഒഴിച്ച് വേറൊരെണ്ണം നിങ്ങൾ പറയാൻ പാടില്ല. അതായത് നിങ്ങൾക്കുണ്ടാകുന്ന ഗ്രീവൻസുകൾ പറയാം, അതിനപ്പുറം ഒന്നും പറയാൻ പാടില്ല എന്ന് പറയേണ്ടതാണ്. പക്ഷെ അത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യില്ല. ഇവരെല്ലാം അവരുടെ യൂണിയനെ വളർത്താൻ. ഇതിനു മുമ്പ് ഒരു കാര്യം നോക്കിയാൽ അറിയാം, മന്ത്രിമാർക്ക് 30% സ്റ്റാഫ് എന്തിനാണ് വെച്ചിരിക്കുന്നത്? അത് തന്നെ കൂടുതലാണ്. എങ്കിലും ഞാൻ പറയാം, 30% സ്റ്റാഫിനെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? മന്ത്രിക്ക് ഒരു 4-5 പേര് അതിനകത്ത് പെട്ടിപിടിക്കാനും അദ്ദേഹത്തിൻ്റെ മുണ്ട് ബാഗിനകത്താക്കി കൊടുക്കാനും കർച്ചീഫ് എടുത്തു കൊടുക്കാനും ഒക്കെയാണ്. പക്ഷേ ബാക്കിയുള്ളവർ എന്തിനെന്നറിയാമോ? പ്രൈവറ്റ് സെക്രട്ടറി മുതൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിനെ സഹായിക്കാനാണ്. ഇപ്പോൾ EMSൻ്റെയും അച്യുതമേനോൻ്റെയൊക്കെ പ്രഗത്ഭരായ പ്രൈവറ്റ് സെക്രട്ടറിമാരാണ് അവർക്ക് കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിമാരാരാണ്? ട്രേഡ് യൂണിയൻ നേതാക്കളാണ്. ഇവരുടെ പരിപാടി എന്താണ്? അവൻ നമ്മുടെ പാർട്ടിയല്ല സാറേ, അവന് കാസർഗോഡ്, ഇവൻ നമ്മുടെ പാർട്ടിയാണ് സാർ, കാസർഗോഡ് നിന്ന് ഇവനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ കോട്ടയത്ത് കൊണ്ടുപോകുക എന്ന് പറയാനാണ് ഇവിടെ ഇരുത്തിക്കുന്നത്. അതായത് വലിയ വിഭാഗീയത സർവീസിൽ വന്നിരിക്കുന്നു. സർവീസിൽ വന്നു പോട്ടെ, പോലീസിൽ വന്നിരിക്കുന്നു. പോലീസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി അല്ലേ പോലീസിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ആ യൂണിറ്റി പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. ഇടത് വലത് സംഘടനകൾ ഉണ്ടായിരിക്കുന്നു. ഈ സംഘടനകൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിനെ എടുക്കുന്ന പോലെ ഈ 5 ലക്ഷം പേരെ അങ്ങ് മാറ്റുന്നതാണ് നല്ലത്. ഇടതുപക്ഷം വരുമ്പോൾ അവരുടെ PSC വഴി ഒരു ടെസ്റ്റൊക്കെ നടത്തി ഒന്ന് വെച്ചേക്കുക, ഒരു 5 ലക്ഷം പേരുടെ ലിസ്റ്റ് എടുത്ത് വെച്ചേക്കുക. ഇടതുപക്ഷം വരുമ്പോൾ അവരുടെ 5 ലക്ഷം പേര് എല്ലാ സീറ്റിലും കയറിയിരിക്കുക, ബാക്കിയുള്ളവരെല്ലാം വീട്ടിൽ പോവുക. മറ്റവൻ വരുമ്പോൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ ഒരു 10 വർഷം സർവീസ് ആകുമ്പോൾ ഒരു മിനിമം പെൻഷൻ കൊടുത്ത് വിടുക. ഈ രീതിയിലേക്കെങ്കിലും പോകുന്ന വിധത്തിലേക്കാണ് ഈ നാട് പോകുന്നത്. രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയമല്ല ഇത് സങ്കുചിത കക്ഷി രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ആൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക. ഇപ്പം ഗീനാകുമാരി ചെയ്തത് എന്താ?
ഈനാകുമാരി SFIയുടെ നേതാവായിരുന്നു. അവർ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കർമ്മമാണോ നിർവഹിച്ചത്? പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കർമ്മം അല്ല അവർ നിർവഹിച്ചത്. അവർ ചെയ്യേണ്ടത് ഗവൺമെന്റിന് വേണ്ടി വാദിക്കേണ്ട ആളാണ്. ഗവൺമെന്റ് കാശ് കൊടുത്ത് നിർത്തിക്കുന്നത്. ഇപ്പം പലരും പറയുന്നുണ്ട് അങ്ങനെ നിർബന്ധമില്ല, വക്കീലിന് എങ്ങനെയും വാദിക്കാന്നൊക്കെ നമുക്ക് പറയാം. ഒരു വക്കീലിനോട് വാദിച്ചതിൽ കുഴപ്പത്തിൽ പറയാൻ പറ്റില്ല, അയാൾക്ക് ഇഷ്ടമാണ് അയാൾ വാദിക്കുന്നത്. പക്ഷേ അത് അല്പം നീതി കാണിക്കണം. ഇപ്പം ഒരു കാര്യവും നോക്കാറില്ല, പ്രതിക്ക് വേണ്ടി പ്രോസിക്യൂട്ടർ നിൽക്കുക. എന്തിനാണ് പബ്ലിക് പ്രോസിക്യൂട്ടറെ കാശ് കൊടുത്ത് സർക്കാർ ഖജനാവിൽ നിർത്തിയിരിക്കുന്നത്? എനിക്കോ നിങ്ങൾക്ക് ഈ ജനങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു മോഷണം നടന്നാൽ, ഒരു കൊലപാതകം നടന്നാൽ നമുക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്നവൻ പ്രതിക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. അതെ, പ്രതിക്ക് വേണ്ടി വാദിക്കുക. അവന് ജാമ്യം കിട്ടാൻ, അവനെ ജയിലിൽ നിന്ന് മാറ്റാൻ, അവന്റെ കൊലക്കുറ്റത്തിൽ നിന്ന് അവനെ രക്ഷിക്കാനായിട്ട്. അപ്പൊ കൊലയാളികൾ നാട് മുഴുവൻ അഴിഞ്ഞാടുകയല്ലേ? ഇത് ഈ ഒരു വലിയ വിഷ്യസ് സർക്കിളുണ്ട്. ഇതിന്റെ ഒന്നാമത്തെ കാരണം എന്നറിയാമോ? ട്രേഡ് യൂണിയൻ ഇങ്ങനെ തലവലിക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് എന്താ അതിന്റെ കാരണം എന്നറിയാമോ? 5 ലക്ഷം പേരിൽ നിന്നും ഒന്നാന്തരം പിരിവ് 5000 മുതൽ 10000 രൂപ വരെ പിരിക്കുന്നവരുണ്ട്. മനസ്സിലായോ? ഒരാളിൽ നിന്ന്, ഒരു ജീവനക്കാരിൽ നിന്ന് 5000 10000 പിരിക്കുന്നത്. ഈ 100 രൂപ വെച്ചായാലും എത്രയോ രൂപ? അപ്പൊ ഇത് എല്ലാവർക്കും ഇത് ഖജനാവിലേക്ക് ഒരു മുതൽക്കൂട്ട്, അവരുടെ പാർട്ടി ഫണ്ടിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കുന്ന പരിപാടിയാണ്. ഇതിന് കാരണം ഇലക്ഷനാണ്. പണ്ട് സിറ്റിയന് ശേഷം വന്നിട്ടുണ്ട്. ഇപ്പൊ 3 പേര് ഇപ്പം രണ്ട് മുന്നണികൾ, ഇപ്പം 3 മുന്നണികൾ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഓരോരുത്തരും 5 കോടി വീതം ഇറക്കുകയാണ്. 5 കോടി ഇറക്കിയാണ് ഒരാൾ MLA ആകുന്നത്. 2 പേര് തോക്കുന്നതും 5 കോടി ഇറക്കിയിട്ടാണ്. അപ്പൊ 15 കോടി 1,50,000 പേര് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് 15 കോടിയാണ് 3 പേര് മാത്രം ഇറക്കിയിരിക്കുന്നത്. ജയിച്ച ഒരാളും തോറ്റ ഒരാളും. ഈ ജയിച്ച ഒരാൾക്ക് ഇത് പിടിക്കണമെങ്കിൽ 5 വർഷം ഓരോ കോടി വീതം പിടിച്ചാലേ പിടിക്കാൻ പറ്റുള്ളൂ. കറക്റ്റ്. പലിശ ഇല്ലാതെ. പലിശ പിടിക്കണമെങ്കിൽ പിന്നെ വേറെയും കൂടുതൽ എടുക്കണം. തോറ്റവൻ എങ്ങനെ പിടിക്കും? അവൻ പിന്നെ അടുത്ത വേറെ പരിപാടിയിൽ നടത്താൻ പറ്റുള്ളൂ. കറക്റ്റ്. അപ്പോൾ ഗുണ്ടാപ്പിരിവോ അല്ലെങ്കിൽ കഞ്ചാവോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഈ രീതിയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു. ജനങ്ങൾ ചിന്തിക്കും. ചെയ്യാൻ ശേഷം പണ്ട് പറഞ്ഞതാണ്, ഈ സംവിധാനമേ എടുത്ത് കളയണം. ഇത് ഇലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം നേരിട്ട് നടത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യങ്ങൾ വളരെ അനാരോഗ്യകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ. നമ്മുടെ ജനപ്രതിനിധികൾ കുറച്ചുകൂടി പക്വത കാണിക്കണം, മാന്യത കാണിക്കണം, അഹങ്കാരം വെടിയണം. ഇത്തരത്തിൽ നമ്മുടെ നാടിന് തന്നെ കളങ്കമുണ്ടാക്കുന്ന വിധത്തിൽ, കാരണം ഇത് ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കളങ്കം ചാർത്തുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. 1. 2, രാഷ്ട്രീയ തന്ത്രങ്ങൾ ഓരോ പാർട്ടികളും അവരവരുടെ വിജയത്തിന് വേണ്ടി പയറ്റിക്കൊണ്ടേയിരിക്കും. അതിനെ മറുതന്ത്രങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടത്, അല്ലാതെ അക്രമം കൊണ്ടല്ല. 3, ഇത്തരത്തിലൊരു സാഹചര്യം ഉരുത്തിരിയുമ്പോൾ അതിനെ സമചിത്തതയോടെ നേരിടുവാനുള്ള ഒരു രീതി അവലംബിക്കേണ്ടിയിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ. ഇനിയിപ്പോൾ 50 എന്നാലും അതല്ലെങ്കിൽ 50-49 ആണെങ്കിൽ തന്നെയും ഇനിയും ഒരു 51 കടക്കുവാൻ BJPക്ക് കഴിയുമോ എന്നും ഒക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അതായത് 51 വീണ്ടും BJPക്ക് എത്തുവാൻ ഒരു അംഗം ഇല്ല എങ്കിൽ പോലും ഇനി ഒരാൾ കൂടി അവരുടെ പക്കലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിലർ പറയുന്നു 1 അല്ല അതിൽ കൂടുതൽ വന്നാലും അത്ഭുതപ്പെടേണ്ടതായില്ല എന്ന്. അപ്പോൾ അത്തരത്തിലുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയത്തിലെ ഉള്ളുകളികൾ, അടിയൊഴുക്കുകൾ. അതിനെ ഒരിക്കലും നമുക്ക് വില കുറച്ച് കാണാനാവില്ല, മുൻകൂട്ടി പറയാനുമാകില്ല. അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.